ഹായ് ഹലോ നമസ്കാരം. ആര്യാണ്. ഇന്നൊരു ക്ഷേത്ര ദർശനമായാലോ? കോട്ടയം കറുകച്ചാൽ ശാന്തിപുരത്ത് സ്ഥിതി ചെയ്യുന്ന പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലൊക്കെ ആട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. കൂടത്തിൽ എൻ്റെ യാദൂട്ടനും ചക്കിയും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടേ. നമ്മുടെ വീട്ടിൽ നിന്ന് 3/4 മണിക്കൂർ യാത്രയേ ഉണ്ടായിരുന്നുള്ളേ. ഇത്രയും അടുത്ത് കിടന്നിട്ടും എത്തിപ്പെടാൻ കുറച്ച് താമസിച്ചു കേട്ടോ. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിൽ എത്താറായി കേട്ടോ. തഞ്ചാവൂരിൽ നിന്നുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ 15 വർഷത്തെ അധ്വാനമാണ് ഈ ക്ഷേത്രം. 2.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് 10 ശ്രീകോവിലുകളാണുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ കേരളത്തിലെ 2ാമത്തെ ഉയരം കൂടിയ ക്ഷേത്രം കൂടിയാണ് പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ ഒരു തമിഴ്നാട്ടിലേക്കൊക്കെ പോയ ഒരു ഫീലിംഗ് ആയിരുന്നേ. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ പുറത്തെ കാഴ്ചകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇവിടെ ദർശന സമയം വരുന്നത് രാവിലെ 5:30 തൊട്ടിട്ട് 10 മണി വരെയും വൈകിട്ട് 5:30 തൊട്ടിട്ട് 7:30 വരെയാട്ടോ. ഇവിടെ വന്ന അമ്പലം കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞു, ഇതെന്താ നമ്മൾ ഇത്രയും അടുത്ത് കിടന്നിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് വരാതിരുന്നതെന്ന്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ടല്ലോ. ഇവിടുത്തെ പ്രത്യേകതയിൽ ഒന്നാട്ടോ ഒറ്റ കൃഷ്ണശിലയിൽ തീർത്തിട്ടുള്ള 12.25 അടിയുള്ള ശ്രീരാമന്റെ വിഗ്രഹവും 7.25 അടിയുള്ള ഹനുമാന്റെ വിഗ്രഹവും. പിന്നെ വന്നിട്ടുള്ളത് ദുർഗാദേവിയും ശ്രീ മഹാദേവനും ഉമാമഹേശ്വരി സങ്കല്പത്തിൽ ഒറ്റ കോവിലിൽ കുടികൊള്ളുന്നു. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുന്ന് കുറച്ച് കടുംപായസം കിട്ടിയിട്ടുണ്ടായിരുന്നേ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് യാദവിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ യാദൂട്ടിന് കുറച്ച് പായസം എടുത്തു കൊടുത്തേ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം എന്തായാലും അച്ഛനെയും അമ്മേനെയും കൊണ്ടുവരണം. നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നിടത്ത് ഇത്രയും നല്ലൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അച്ഛനെയും അമ്മേനെയും കൊണ്ട് കാണിച്ചില്ലെങ്കിൽ അതൊരു മോശമല്ലേ. ഇനി നമ്മൾ തിരിച്ചിറങ്ങി വന്ന് നമ്മുടെ അളകാപുരി കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് 2 മസാല ദോശയും പിന്നെയുള്ളത് പൂരി ബജിയാട്ടോ. പൂരി എനിക്കത്ര താല്പര്യമില്ലെങ്കിലും ഇവിടെ യാദൂട്ടന് പൂരി ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ 2 പേരും കൂടി ഒരെണ്ണ വാങ്ങിച്ചത്. കാരണം ഇത് മുഴുവനൊന്നും അവൻ കഴിക്കത്തില്ല. നമ്മൾ ഇതിൻ്റെ കൂടെ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അടിപൊളി കോഫി ആയിരുന്നേ. എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം, പക്ഷെ എനിക്ക് കോഫി കുടിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.